നമസ്കാരം. മാതൃഭൂമിയിലെ അഭിലാഷിൽ നിന്നും തുടങ്ങാം. മാതൃഭൂമിയിലെ അഭിലാഷ്, പിന്നെ നമ്മുടെ MBA മറ്റേ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഗഫൂർ, പിന്നെ ലിജു, ഇങ്ങനെ കുറെ ചേട്ടന്മാരെല്ലാം കൂടെ ഇന്നലെ ഇരുന്ന് തള്ളി മറിച്ചു. എന്ത് പൊട്ടത്തരങ്ങളെ ഇവർ പറയുന്നേ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബീഹാറിൽ 10,000 രൂപ കൊടുത്തെന്ന്. ആർക്ക്? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അല്ലേ കേരളത്തിൽ പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ 1000 രൂപ വീതം പിങ്ക് മഞ്ഞ കാർഡുകാർക്ക് പിണറായി വിജയൻ കൊടുത്തത്. ഇത് പറയണ്ടേ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പല്ലേ 1600 ആയ പെൻഷൻ 2000 ആക്കിയത്? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പല്ലേ ഇവിടെ ആശാ വർക്കേഴ്സിനും മറ്റുള്ള എല്ലാവർക്കും ആളുകൾക്കും 1000 ഒക്കെ കൂട്ടി കൊടുത്തത്? ഇനി അത് പോട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയം വഴിമാറുന്ന കഥ പറയാനാണ് അഭിലാഷെ ഞാനിത് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ വഴിമാറുകയാണ്. അതിന് വഴികാട്ടിയായതും കേരളം തന്നെയാണ്. കേരളം ഇന്ന് ചെയ്യുന്നത് നാളെ ഇന്ത്യ ചെയ്യുമ്പോൾ ഇന്ത്യയെ കുറ്റം പറയരുത്. എന്താണ് ഇന്ത്യൻ പൊളിറ്റിക്സ് എത്തി നിൽക്കുന്ന രംഗം? നമ്മളിവിടെ തൊഴിലില്ലായ്മ വേതനം കൊടുത്തു. ശരിക്കും തൊഴിലായ്മ വേതനം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അത് അവസാനം പറഞ്ഞ് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പല രൂപത്തിലേക്കൊക്കെ ചർച്ച പോയി. നമ്മൾ തൊഴിലില്ലായ്മ വേതനം കൊടുത്ത് പരിശീലിപ്പിച്ചപ്പോൾ, ഗിഫ്റ്റ് മണി കൊടുത്ത് പരിശീലിപ്പിച്ചപ്പോൾ അതിന്റെ വലിയ രൂപമാണ് ഡൽഹിയിലും ബീഹാറിലും കാണുന്നത്. മോഡി ഗവൺമെന്റ് 6000 രൂപ ഒന്നും കർഷകർക്ക് ബാങ്കിൽ ഇട്ട് കൊടുക്കുന്നു. കർഷകർ സംതൃപ്തരാണ്. അതുകൊണ്ടാണല്ലോ കർഷക സമരം പൊളിഞ്ഞു പോയത്. ബീഹാറിൽ നമ്മൾ എഞ്ചിനീയർ ആയിട്ടുള്ള നിതീഷ് കുമാറിനെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് നിതീഷ് കുമാർ നടത്തിയത്. ഇപ്പൊ 10,000 രൂപ കൊടുത്തതാണ്. SHG-കൾ കൊടുത്ത സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കാണ് പൈസ കൊടുക്കുന്നത്. അത് 2 ലക്ഷം രൂപ വരെ കിട്ടും. ഇനി വേറെ കഥ നിങ്ങൾ മനസ്സിലാക്കുക. 1990-ൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 14 വയസ്സ്, നമ്മുടെ കണക്ക് വെച്ചാൽ 14 വയസ്സ്. 1990-ൽ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കെല്ലാം സൈക്കിൾ കൊടുത്തെങ്കിൽ 90-ലെ പെൺകുട്ടികൾ 2024 34 വർഷമായി നിതീഷ് കുമാറിനെ വിടാതെ പിടിച്ചിട്ടുണ്ട്. മണ്ടനല്ല നിതീഷ് കുമാർ. നിതീഷ് കുമാർ അപ്പുറത്ത് നിന്നപ്പോഴും ഇപ്പുറത്ത് നിന്നപ്പോഴും NDA നിന്നപ്പോഴും NDA വിട്ട് കോൺഗ്രസ് ഒക്കെ നിന്നപ്പോഴൊക്കെ നിതീഷ് കുമാർ അവിടുത്തെ ചാമ്പ്യനാണ്. ഇതെന്തേ കോൺഗ്രസും നമ്മളെ ഈ മാപ്ര ടീമൊക്കെ മനസ്സിലാക്കാത്തത്? മാധ്യമപ്രവർത്തകരാവുന്ന ടീം മനസ്സിലാക്കാത്തത്? 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം മുഖ്യമന്ത്രി ബാലികാ പദ്ധതിയിലൂടെ സൈക്കിൾ കൊടുത്തു. 2006-ൽ 1990-ലാണ് അദ്ദേഹം ഈ പണി തുടങ്ങിയത്. 2018-ൽ മുഖ്യമന്ത്രി കന്യാ ഉദ്യാൻ പദ്ധതിയിൽ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകൾക്ക് സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തം കൊടുത്തു. ഇത് ഇപ്പൊ 10,000 കൊടുത്ത കഥയല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ചരിത്രവും ഡേറ്റയും അറിയാതെ വർത്തമാനം പറയുകയാണ്. അതുപോലെ തന്നെ 10,000 രൂപ കൊടുത്ത കഥ ഞാൻ പറഞ്ഞു. 10,000 മുതൽ 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സ്കീമാണത്. SHG-കൾക്ക്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക്, വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്. അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാണ്, അതിനകത്തുള്ള വ്യക്തികൾക്കാണ്. 2016-ൽ അദ്ദേഹം ഒരു പരിഷ്കാരം കൊടുക്കുന്നു. സർക്കാർ സർവീസിൽ 35% സ്ത്രീകൾക്ക് സംവരണം. ഗവൺമെന്റ് ജോബാണ്. അത് കഴിഞ്ഞിട്ട് പിങ്ക് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. നാപ്കിൻ, മെൻസസ് ആകുന്ന പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡ് ഫ്രീ ആയി കൊടുത്തു പെൺകുട്ടികൾക്ക്. പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. വിധവാ പെൻഷൻ വർദ്ധിപ്പിച്ചു. ഫാമിലി പെൻഷൻ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ കഴിഞ്ഞ 10, 20, 30 വർഷക്കാലത്തെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അവിടുത്തെ സ്ത്രീ സമൂഹത്തെ ഒന്നാകെ കയ്യിലെടുത്തിരിക്കുന്നു. ഇപ്പുറത്ത് എന്താ സംഭവിച്ചത്? പ്രസ് ക്ലബിൽ മീറ്റിംഗ് നടത്തി അവിടെ ഈ വോട്ട് ചാരി കാര്യം പറയും, അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നിടത്ത് പറയും. അല്ല, വോട്ട് ചോരിക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനമോ ഒരു 10,000 കള്ള വോട്ട് നടത്തി എന്ന് പറയുന്ന ആളുകളെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാനോ 10 പേരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. അവിടുത്തെ തേജസ്വി യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാകാൻ നിന്ന കാൻഡിഡേറ്റ് ഒരു പ്രാവശ്യം പോലും വോട്ട് ചോരിയുടെ ഒരു വാക്ക് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് കുറെ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ഓർബിറ്റ് ഇതൊക്കെ പറയിച്ചു. ഇതെടുത്തില്ല. ഞാൻ പറഞ്ഞത് വെൽഫെയർ പൊളിറ്റിക്സിലേക്ക് ഇന്ത്യ പോകുന്ന കഥ പറയാനാണ്, അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ കഥ പറയാനൊന്നുമല്ല. ഇന്ത്യൻ രാഷ്ട്രീയം ആദ്യം ഒരു ആദർശാത്മക രാഷ്ട്രീയമായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ വന്നു. പഞ്ചവത്സര പദ്ധതികൾ ഇതെല്ലാം നടപ്പിലാക്കിയിട്ടും ഒരു വിശത്ത് ദരിദ്ര കോടികൾ ഉണ്ടാവുന്നു. കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, പാർപ്പിട സൗകര്യങ്ങളില്ല, യാത്രാ സൗകര്യങ്ങളില്ലാതെ ഒരു വലിയ ദരിദ്ര കോടി ഇന്ത്യയിലുണ്ടായി. അവരെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, ജാട്ടുകളുടെ രൂപത്തിൽ അവരെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ.
അത് ഇടതുപക്ഷവും അങ്ങനെ ചെയ്തു, വലതുപക്ഷം ചെയ്തു, കോൺഗ്രസും ചെയ്തു, എല്ലാവരും ചെയ്തു. BJP ഒക്കെ ആദ്യഘട്ടത്തിൽ അത് തന്നെയാണ് ചെയ്തത്. ജാതി മത ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ കാലം കഴിഞ്ഞു. പിന്നെ പറഞ്ഞു വന്ന ആദർശ രാഷ്ട്രീയം കഴിഞ്ഞ് ജാതി രാഷ്ട്രീയത്തിലേക്ക് പോയി. അതിന്റെ കാലം കഴിഞ്ഞ് ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് പോയി. വികസന രാഷ്ട്രീയത്തിന്റെയും കാലം കഴിഞ്ഞിപ്പോ വെൽഫെയർ പൊളിറ്റിക്സിന്റെ കാലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനി വെൽഫെയർ പൊളിറ്റിക്സ് ഗിഫ്റ്റ് പൊളിറ്റിക്സിലേക്ക് പോകും. തമിഴ്നാട്ടിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് ഒരുപാട് കമ്പ്യൂട്ടർ കൊടുക്കുന്നു, വേറെ ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നു, കുടിവെള്ളം കൊടുക്കുന്നു, പിന്നെ ലാട്രിൻ സൗകര്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ തമിഴ്നാട്ടിലും ഈ പരിപാടിയുണ്ട്. പണം കൊടുക്കുന്ന അമ്മ ഹോട്ടലുകളുണ്ട്. തമിഴ്നാട്ടിലും സാധാരണ ജനങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ഭരണകൂടത്തിൽ വിശ്വാസം വന്നു തുടങ്ങി. അവരുടെ രക്ഷകരെ കണ്ടെത്തി തുടങ്ങി. അത് തമിഴ്നാട്ടിൽ ജയലളിതയിലാണ് അവർ ആദ്യം കണ്ടതെങ്കിൽ, പിന്നെ സ്റ്റാലിനിൽ കണ്ടെങ്കിൽ, ഇപ്പൊ പിണറായി വിജയനിൽ കാണുന്നെങ്കിൽ, പിണറായി വിജയനിൽ ഒരു രക്ഷകനെ കാണുകയാണ് കിറ്റ് കൊടുത്തപ്പോ. നമുക്ക് രക്ഷക രാഷ്ട്രീയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയിൽ ഒരു രക്ഷകനെ കാണുകയാണ്. അതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിൽ അവിടുത്തെ സ്ത്രീകൾ ഒരു രക്ഷകനെ കാണുകയാണ്, അവിടുത്തെ യുവാക്കൾ ഒരു രക്ഷകനെ കാണുകയാണ്. ഇത് ഗിഫ്റ്റ് മണി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ലോകത്തെ ഒരുപാട് പുരോഗമന സർക്കാരുകൾ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ പോലെ എന്തുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് ഏത് പാർട്ടി ഭരിച്ചാലും, മാറി മാറി എല്ലാവരും ഭരിച്ചല്ലോ, രാജ്യം എല്ലാവരും ഭരിച്ചു, സംസ്ഥാനങ്ങൾ മാറി മാറി ഭരിച്ചല്ലോ, എല്ലാവരും ഭരിക്കുമ്പോൾ എല്ലാവർക്കും കുടിവെള്ളവും ഭക്ഷണവും ഊർജവും പാർപ്പിടവും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ സൗജന്യമായി കൊടുക്കാൻ നമുക്ക് എന്തേ കഴിയാത്തത്? വലിയ വിഭാഗത്തിന് കൊടുക്കണ്ട, സാധാരണ വിഭാഗത്തിന് കൊടുക്കണ്ടേ? അപ്പൊ സാധാരണ വിഭാഗത്തിനുള്ള കുടിവെള്ളവും വൈദ്യുതിയും എല്ലാം മഴ ഇത്രയും കിട്ടുന്നൊരു ലോകം എവിടെയെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും വെള്ളം സൗജന്യമായി കൊടുക്കാനുള്ള വെള്ളം ഇവിടെ ഇല്ലേ? ഊർജം, ഇത്രയും സോളാർ ഊർജം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ സോളാർ ഊർജം എല്ലാ വീടുകളിലേക്കും പോയാൽ എന്ത് സൗജന്യമായി, എത്ര മനോഹരമായിട്ട് വീട്ടുകൾക്ക് ഊർജം കൊടുക്കാൻ പറ്റും. അപ്പൊ ഊർജം കൊടുത്താൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പരിഹരിച്ച് പോകൂലേ? അപ്പൊ ആ തരത്തിൽ ഊർജ സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ പിന്നെ പ്രകൃതി വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ വലിയ പിന്നോക്കം പോയി. നമ്മൾ വൻകിട പദ്ധതികളുടെ പിറകെയും വൻകിട പ്രോജക്റ്റുകളുടെ പിറകെ പോയപ്പോൾ ഒരു ദരിദ്ര വിഭാഗം ഇവിടെ ഉണ്ടായി വന്നു. അവരെ അട്രാക്ട് ചെയ്യാൻ കഴിയാതെ വന്നു. ഒരു ക്രിട്ടിക്കൽ മാസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയാതെ വന്നു. ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞും പെൻഷൻ പരിഷ്കരണം എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറു ന്യൂനപക്ഷത്തിന് പണമെല്ലാം പമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഹാഭൂരിപക്ഷം അപ്പുറത്ത് ഇങ്ങനെ അസംതൃപ്തരായി അസ്വസ്ഥരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ നിതീഷ് കുമാർ, ഇത് മനസ്സിലാക്കിയ ജയലളിത, ഇപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ, ഇത് മനസ്സിലാക്കിയ നരേന്ദ്രമോദി പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് പോയി. ആ പുതിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഗിഫ്റ്റ് പൊളിറ്റിക്സ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇലക്ഷന് മുമ്പോ പെൻപോ, ഞാൻ പറഞ്ഞപ്പോ 10,000 രൂപ അവിടെ കൊടുത്തതിന് ഒരു കുറ്റവും പറയണ്ട. കാരണം ഇവിടെ കൊടുത്തല്ലോ, നമ്മൾ 1000 രൂപ വെച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ രാജ്യത്താകമാനം വരുന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കൽ റിലേഷൻ നോക്കിയാൽ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാൽ ആദർശാത്മക രാഷ്ട്രീയത്തിൽ തുടങ്ങി, അതിൽ നിന്ന് പിന്നെ ജാതി രാഷ്ട്രീയത്തിലേക്കൊക്കെ മാറി, മതരാഷ്ട്രീയത്തിലേക്കൊക്കെ മാറി, അതിൽ നിന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന് മുന്നണി രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന് അവസാനം വികസന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ വെൽഫെയർ രാഷ്ട്രീയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗിഫ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് വളരുകയാണ്. അപ്പൊ ഇന്ത്യൻ, അത് ഒരു പരിധിവരെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങളെയും ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ കള്ളവോട്ട്, ഓരി ചാരി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തണ്ടിച്ചർച്ച നടത്തുന്ന ആളുകൾ പറയുന്നതിനകത്ത് ഒരു കഥയുമില്ല. വെറുതെ സമയം വേസ്റ്റ്.